ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഫ് അലി, അമല പോൾ, ഷർഫുദ്ദീൻ അഭിനയിച്ച ലെവൽ ക്രോസ് എന്ന് പറയുന്ന പടത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. റൈറ്റർ അർഫാസ് ആയൂബ്, റിട്ടൺ ബൈ ആദം ആയൂബ് ആൻഡ് അർഫാസ് ആയൂബ്, രണ്ടുപേരും കൂടിയാണ് പടം എഴുതിയിട്ടുള്ളത്. ഇതൊരു 3 പേര് മാത്രം അടങ്ങുന്ന ഒരു ചെറിയ സിനിമയാണ് ശരിക്കും. ചെറിയ പടം എന്ന് പറയുമ്പോഴത്തേനും ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു പടവും കൂടെ തന്നെയാണ്. അതൊരു വേറെ ലെവൽ പടം എന്നൊക്കെ പറയുമല്ലോ, അതാണ് സാധനം. ഞാൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി നറേഷൻ, ഒരു സ്റ്റോറി, ഒരു സ്ക്രീൻ പ്ലേ, ഒരു ഒരു എന്താ പറയുക, ഒരു 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 ആ ഒരു സാധനം എല്ലാം അവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉള്ള ഒരു സംഭവങ്ങൾ കാര്യങ്ങളാണ് പടത്തിൽ പിടിച്ചേക്കുന്നത്. പടത്തെപ്പറ്റി എന്ത് പറഞ്ഞു പോയാലും അതൊരു സ്പോയിലറായി പോകുന്ന രീതിയിലുള്ള ഒരു പടമാണ് ശരിക്കും ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ പടം. അതിൻ്റെ ഒരു അങ്ങനെയാണ് പടം ചെയ്തേക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഒന്നും അറിയാതെ പോയി സിനിമ കാണാൻ പറ്റുവാണെങ്കിൽ അത്രയും ബെറ്ററാണ് സിനിമയുടെ ഒരു ആസ്വാദനത്തിന്. അത് അത്ര നന്നായിട്ട് തന്നെ നമുക്കൊരു ആ പടം ആസ്വദിക്കാൻ പറ്റും. എന്താണെന്ന് പോലും അറിയാതെ പോയൊരു സിനിമ കാണുവാണെങ്കിൽ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ നിങ്ങൾക്ക് നൽകുന്നത്. മസ്റ്റ് വാച്ച് മൂവികളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ പടം. എന്താണെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു സിനിമയാണ് ലെവൽ ക്രോസ്. പക്ഷേ ഈ 2 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേനും മലയാള സിനിമയിൽ 3 മണിക്കൂർ, 3.5 മണിക്കൂറുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 2 മണിക്കൂർ എന്ന് പറയുമ്പം അത് ശരിക്കും ഒരു മിനിമം ലെങ്ത് ആണ് ശരിക്കും 2 മണിക്കൂർ എന്ന് പറയുന്നത്. ആ ഒരു 2 മണിക്കൂർ ഈ 3 പേര് മാത്രം കാണിച്ചുകൊണ്ട് ഈ പടം എന്ത് സുന്ദരമായിട്ടാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ക്രൂവിനെ പറ്റിയും കൂടി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകാതെ വരും. അതുപോലെ തന്നെ അത്രയും മനോഹരമായിട്ടാണ് ഇവർ ആ ഒരു പടത്തിന്റെ ക്രൂ പടത്തെ കൊണ്ടുവരുള്ളത്. ഒരു ഒരു എന്ന് വെച്ചാൽ ഒരു അത്ര സുന്ദരമായിട്ടാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. മ്യൂസിക് ഒക്കെ അടിപൊളി. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഒരു പാട്ടേ ഉള്ളൂ പടത്തിൽ. പക്ഷെ ആ പാട്ട് ആവശ്യമുള്ളൊരു പാട്ടും, അത് കറക്റ്റ് പ്ലേസ്മെന്റ് ഒരു പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പക്ക. നെയിൽ ബിറ്റിംഗ് സീൻസ് ഒക്കെ പറയുമ്പോഴത്തേനും ആ ഒരു പിന്നെ പറഞ്ഞ എഡ്ജ് ഓഫ് സീറ്റ് എന്ന് പറയുന്ന സീനൊക്കെ വരുമ്പോഴത്തേനും അതാണ് സാധനം. അത് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സീൻസും കാര്യങ്ങളും, ടെൻസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോഴത്തേനും വളരെ പീക്ക് ലെവൽ ടെൻസിലോട്ട് നമ്മളെ പടം ഇങ്ങനെ കൊണ്ടെത്തിക്കും. എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മളിങ്ങനെ അങ്ങനെ ഒരു ഓരോ ഭാവങ്ങൾ വരുമല്ലോ. എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് തോന്നുമ്പോഴത്തേനും ആ ഭാഗം എടുത്തു വെച്ചൊക്കെ കാണണം. പൊളി തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ പടത്തെ പറ്റി എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തത് എന്ന് ചോദിച്ചാൽ, പക്ഷെ ഒന്നും അറിയാതെ പോവുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു തീരുമാനം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പടത്തിന്റെ കാസ്റ്റിനെ പറ്റി, കാസ്റ്റ് അല്ല, പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമാറ്റോഗ്രാഫി അപ്പു പ്രഭാകർ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. മ്യൂസിക് വിശാൽ ചന്ദ്രശേഖരൻ, പൊളി പൊളി മച്ചാനെ, പൊളി സാധനം. പിന്നെ എഡിറ്റഡ് ബൈ ദീപു ജോസഫ്, കൊള്ളാം. പുള്ളിയുടെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ബാക്കി മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് റോണക്സ് സേവിയർ, കൊള്ളാം. ഒരു കണ്ടിന്യൂറ്റി ഒക്കെ കിട്ടാനായിട്ട് മാത്രത്തിനുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഡ്രാമയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ. അത് കണ്ടില്ലെങ്കിൽ മിസ്സാകും. ഫോണിൽ കാണുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താണ് പടം ഇഷ്ടപ്പെടാനുള്ളൊരു, ഫോണിൽ കാണുമ്പോഴും ഇതേ ഒരു ഫീല് തന്നെ തരാൻ പറ്റുന്ന ഒരു സിനിമയാണ് ശരിക്കും ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ്. ഫോണിൽ കാണാനായിട്ട് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുകയല്ല, തിയേറ്ററിൽ തന്നെ പടം കാണണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായിട്ട് കൂട്ടാവുന്നതാണ്. എന്നാൽ അതിൻ്റെ അത്ര സ്പോയിലറും ഇല്ല. കഥയുടെ ഒരു ത്രെഡ് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കേൾക്കണ്ട, ശരിക്കും സിനിമ കണ്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ അതുപോലും അറിയാതെ പോകുന്നതായിരിക്കും നല്ലത് പടത്തിന്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് റെയിൽവേ ക്രോസ്. ചുറ്റിനും ആരുമില്ല, കണ്ണെത്താത്ത ദൂരത്ത് ഒരു മനുഷ്യജീവൻ പോലും ഇല്ലാത്ത ഒരു മരുഭൂമി പോലൊരു സ്ഥലം. അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അവിടെ ഒരാളുണ്ട്, ഗേറ്റ് മാൻ ആയിട്ട് ഒരാളുണ്ട്. അതാണ് ആസിഫ് അലി. ഈ ട്രെയിൻ പോയി കഴിയുമ്പോഴത്തേനും ആസിഫ് അലി ഒരാളെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണും. ലേഡിയാണ്. ചെന്ന് നോക്കുമ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ജീവനുണ്ട്. ആസിഫ് അലി പുള്ളിക്കാരി എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ സ്റ്റേ ചെയ്യുന്ന കൊട്ടേഴ്സിൽ കൊണ്ട് താമസിപ്പിക്കും. കൊണ്ടുവരും. നോക്കുമ്പോഴത്തേനും പുള്ളിക്കാരിക്ക് പോകണമെന്ന് പറയും. ആസിഫ് അലിക്ക് അറിയാം പുള്ളിക്കാരി അധിക ദൂരം പോവുകയാണെന്ന്. ഇപ്പം അമലാപ്പോളാണ്. പുള്ളിക്കാരി പോവും, തലകറങ്ങി വീഴും, തിരിച്ചു വരും. ഇപ്പം ആസിഫ് അലി പറയും, നിങ്ങളോട് ഞാൻ പറയാതിരുന്നതാണ്, ഇവിടെ ഫോണുണ്ട്, അടുത്ത സ്റ്റേഷനിൽ കോൾ വരുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് പോവാം എന്ന് പറയുമ്പോഴത്തേനും ഫോൺ വന്ന് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്ന് ആസിഫ് അലി കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴത്തേനും പുള്ളിക്കാരി ഫോൺ കട്ട്. പിന്നെയാണ് കഥ തുടങ്ങുന്നത്. ഈ ഫോൺ കട്ട് ചെയ്യുന്നതോടെ നമുക്ക് പിന്നെ പല ചിന്തകളാവും.
എന്താണ് സ്റ്റോറി എന്നുള്ളൊരു സാധനം. അത് അടിപൊളിയാണ്. ആ ഒരു ഹുക്ക് നന്നായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ.